ഉണക്കച്ചെമ്മീനും പടവലങ്ങായും കൂടെ ചേർത്ത് നല്ലൊരു തോരൻ കറി വെച്ച് നോക്കിയാലോ. അതിന് ഇതുപോലൊരു മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് 1 സ്പൂൺ കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പം 1 തണ്ട് കറിവേപ്പില ഇടുക. ആ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 5ഓളം വെളുത്തുള്ളി അല്ലി നടുകെ പൊളന്നത് അതുകൂടെ ചേർക്കുക. ആ കൂടെ ഒരു 5-6ഓളം വറ്റൽ മുളക് നടുകെ മുറിച്ചത് അതുകൂടെ ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത് ഇത്ര ഇട്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന പടവലങ്ങ ചേർക്കുക. ആ കൂടെ തലയും വാലും കളഞ്ഞ കഴുകി വൃത്തിയാക്കിയെടുത്ത ഉണക്കച്ചെമ്മീനും കൂടെ ചേർത്തിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേകുവാനുള്ള വെള്ളവും കൂടെ വെച്ച് ഒരു 5-6 മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ആ കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ, നമ്മൾ അരപ്പിന് വേണ്ടി അരമുറി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് എടുക്കുകയാണ്. ആ കൂടെ ഒരു 10ഓളം ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 5ഓളം പച്ചമുളക്, ഒരു 4-5 വെളുത്തുള്ളി അല്ലി, ഒരു 2 തണ്ട് കറിവേപ്പില ഇത്രയും ഇട്ടതിന് ശേഷം അരയുവാനുള്ള വെള്ളവും കൂടി ചേർത്ത് അത് നല്ലവണ്ണം ചതച്ചെടുക്കുക. അതിനുശേഷം അരച്ച് വെച്ച അരപ്പ് കറിയിലിട്ടിട്ട് എല്ലാം ഒന്ന് തട്ടിപ്പൊത്തി ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കുക. ഉപ്പ് ഒരു പോരാഴിക ശകലം തോന്നി അതുകൊണ്ട് ശകലം ചേർക്കുകയാണ്. നല്ലൊരു കറിയാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ആ കൂടെ 2 തണ്ട് കറിവേപ്പില ഇടുക. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അടിപൊളി ഒരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.